Hello everyone. Today we will study +1 chapter unit number 1 Glimpse of Greatness. മഹത്വത്തിൻ്റെ ദർശനങ്ങൾ ഇതാണ് മീനിങ് ചെയ്യുന്നത്. ഓക്കെ, അതിലാദ്യം വരുന്നത് ആബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്നുള്ള ഭാഗമാണ്. റീഡ് ആൻഡ് ഡിസ്കസ്. എബ്രഹാം ലിങ്കൺ is one of the greatest American statesmen. He is known as his celebrated speeches. Here is the story of his speech as a little boy. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ. 16th പ്രസിഡന്റ് ആയിരുന്നു. ആൻഡ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആബ്, എബ്രഹാം ലിങ്കണിനെ ഷോർട്ടാക്കിയിട്ട് ആബ് എന്നാണ് വിളിക്കുക. ആബിന്റെ ഫസ്റ്റ് സ്പീച്ച് വെൻ ഹി വാസ് എ ബോയ്. നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ്. Ab made his first speech when he was a boy, going barefoot, his trousers held up by one suspender, and his shock of hair sticking through a hole in the crown of his cheap straw hat. Okay, I'll explain by paragraph. Okay, Ab made his first speech when he was a boy. Ab തൻ്റെ ആദ്യത്തെ പ്രസംഗം നടത്തുന്നത് അവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ്. ഗോയിങ് ബാർഫൂട്ട് എന്താ, ചെരുപ്പില്ലാത്ത, നഗ്നപാതൻ. ഓക്കെ, നഗ്നപാതനായി ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ്. ഹിസ് ട്രൗസേഴ്സ് ഹെൽഡ് അപ്പ് ബൈ വൺ സസ്പെൻഡർ. ഒറ്റ വള്ളിയിൽ നിൽക്കുന്ന ട്രൗസർ ആയിരുന്നു അവന്റെ വസ്ത്രം. ആൻഡ് ഹിസ് ഷോക്ക് ഓഫ് ഹെയർ സ്റ്റിക്കിംഗ് ത്രൂ എ ഹോൾ ഇൻ ദ ക്രൗൺ ഓഫ് ഹിസ് ചീപ്പ് സ്ട്രോ ഹാറ്റ്. ഷോക്ക് ഓഫ് ഹെയർ മീൻസ് മുടിക്കൂട്ടം, അതായത് മുടിയുണ്ടല്ലോ, തലമുടി. അവന്റെ സ്ട്രോ ഹാറ്റ്, അതായത് മുള കൊണ്ടോ അങ്ങനെ വള്ളി കൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലെയുള്ള ഹാറ്റാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ ഇങ്ങനെ പുറത്ത് ചാടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. ഹാബ് in company with his rail-splitting companion Dennis Hanks attended a political meeting which was addressed by a typical stump speaker, one of those loud-voiced fellows who shouted at the top of his voice and waved his arms widely. ഇവിടെ പറയുന്നത് ആബ്, അതായത് എബ്രഹാം ലിങ്കണും അദ്ദേഹത്തിന്റെ കൂടെ ഒപ്പം കമ്പാനിയൻ എന്ന് വെച്ചാൽ സഹയാത്രികനായ ഡെന്നിസ് ഹാങ്സ്. ആരാണ് ഡെന്നിസ് ഹാങ്സ്? ഹിസ് എ കമ്പാനിയൻ ഇൻ ഹിസ് കമ്പനി. എന്ത് കമ്പനിയിലാ? റെയിൽ സ്പ്ലിറ്റിംഗ്. യു ക്യാൻ സീ ദ മീനിങ്. Rail splitter, wielding a heavy axe of splitting logs and rail fences. അതായത് ഇങ്ങനെ വസ്തുക്കള് അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളായിരുന്നു ആര്? ഡെന്നിസ് ഹാങ്സ്. They were attending a political meeting. അവര് ഒരു പൊളിറ്റിക്കൽ പരിപാടി കാണുവാനിടയായി. which was addressed by a typical stump speaker. Stump speaker എന്ന് പറയുന്നത് തെരുവ് പ്രചാരകനാണ്. മീൻസ് നമ്മുടെ നാട്ടിലൊക്കെ എന്താ, എലക്ഷൻ വരുമ്പോൾ മൈക്ക് കെട്ടി അനൗൺസ്മെന്റ് ചെയ്യും. സെയിം വേ അവരുടെ നാട്ടില് എന്നാ ഒരാള് ഒരു ബോക്സിന്റെ മുകളിൽ നിന്നിട്ട് എന്നാ വലിയ ശബ്ദത്തിൽ, അതായത് സ്റ്റംപ് സ്പീക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ് എ സ്പീച്ച് അഡ്രസ്ഡ് ഇൻ ദ ജനറൽ പബ്ലിക് ഡ്യൂറിങ് എ പൊളിറ്റിക്കൽ ഓർ social campaign where political candidates stood up on the tree stumps to deliver speech. അതായത് ഒരു ഇങ്ങനെ പലക, നമ്മുടെ പണ്ടൊക്കെ സ്റ്റേജ് കെട്ടിയിരുന്ന് കണ്ടിട്ടുണ്ടോ, അതുപോലെയുള്ള പലക അടിച്ചിട്ടുള്ള സ്റ്റേജ് പോലെയുള്ള ചെറിയൊരു സാധനത്തിന്റെ മുകളിൽ നിന്നിട്ട് മൈക്കില്ലാത്തതുകൊണ്ട് വലിയ ശബ്ദത്തിൽ പ്രസംഗിക്കും. അതായത് ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, അതുപോലെ പറയും. അങ്ങനെ ഷൗട്ട് ചെയ്യും വിത്ത് ഗ്രേറ്റ് ആക്ഷൻസ് ഒക്കെ കൊടുത്ത് പറയും. കാരണം മൈക്കില്ല, അപ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ വലിയ ശബ്ദത്തിൽ കാര്യങ്ങൾ പറയും. ആൻഡ് ഹൂ ഷൗട്ടഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് വോയിസ് ആൻഡ് വേവ്ഡ് ഹിസ് ആംസ് വൈഡ്ലി. ഓക്കെ, അങ്ങനെ ഒരാളുടെ പ്രസംഗം ഇവർ കാണാനിടയായി. At the conclusion of the speech, which did not meet the views either Ab's or Dennis, the latter declared that Ab could make a better speech than that. Whereupon he got a dry goods box and called upon Ab to reply the campaign orator. What here says,
അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ദ സ്പീച്ച്, അതായത് മറ്റേ ഒറേറ്റർ, ആ പൊളിറ്റിക്കൽ സ്പീക്കർ, സ്റ്റംപ് സ്പീക്കർ സംസാരിച്ച് കഴിയാറായപ്പോൾ അയാൾ പറഞ്ഞതും ആബ്സും ഡെന്നിസിൻ്റെയും അഭിപ്രായങ്ങളും തമ്മിൽ യോജിക്കുന്നില്ല. വ്യൂസ് എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്. അയാൾ സംസാരിച്ചതിനോട് ഇവർക്ക് ഒരു ഇത് തോന്നിയില്ല, താല്പര്യം തോന്നിയില്ല, അവർ തമ്മിൽ മാച്ച് ആകുന്നില്ല. ലേറ്റർ ഡിക്ലെയർ ദാറ്റ് ആബ് കുഡ് മേക്ക് എ ബെറ്റർ സ്പീച്ച് ദാൻ ദാറ്റ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ അബ്രഹാം ലിങ്കൺ അയാളെക്കാളും നന്നായിട്ട് സംസാരിക്കുന്നു പറഞ്ഞു. ഓക്കെ, ദെൻ he got a dry goods box മീൻസ് നമുക്കറിയാലോ, ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടുകൊണ്ട് വരുന്ന പെട്ടിയില്ലേ, ആ പെട്ടിയിൽ ഇങ്ങനത്തെ ഒരെണ്ണം സംഘടിപ്പിച്ചു. എന്നിട്ടോ കോൾ അപ്പോൺ ആപ്പ് ടു റിപ്ലൈ ദ ക്യാമ്പയിൻ ഒറേറ്റർ, അവനെ വിളിച്ച് അയാൾക്ക് മറുപടി പറയാനായിട്ട് നിർത്തി. ലിറ്റിൽ ആപ്പ് ത്രൂ ഹിസ് ഓൾഡ് സ്ട്രോ ഹാറ്റ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് മൗണ്ടിങ് ദ ഡ്രൈ ഗുഡ്സ് ബോക്സ് delivered a speech which held the attention of the crowd. Little Ab endu idu, okay, let me read the complete one, and won him considerable applause. Even the campaign orator admitted that it was a fine speech and answered every point in his own oration. Little Ab threw his old straw hat on the ground. അവനൊരു തൊപ്പി വെച്ചതായി പറഞ്ഞല്ലോ, അത് താഴേക്ക് എറിഞ്ഞു. എന്നിട്ട് മൗണ്ടിങ് ദ ഡ്രൈ ഗുഡ്സ് ബോക്സ്, അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഡെലിവേർഡ് എ സ്പീച്ച് വിച്ച് ഹെൽഡ് ദ അറ്റൻഷൻ ഓഫ് ദ ക്രൗഡ്. എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന പോലെ, അവരുടെ കൂടി നിന്ന ആൾക്കാരുടെ ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പോലെ അവൻ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ടോ ആൻഡ് വോൺ ഹിം കൺസിഡറബിൾ അപ്ലോസ്, അങ്ങനെ അതിൽ കൂടി നിന്നതിൽ നല്ലൊരു എമൗണ്ടിൻ്റെയും അംഗീകാരത്തിന് ഇവൻ അർഹനായി. ഈവൻ ദ ക്യാമ്പയിൻ ഒറേറ്റർ അഡ്മിറ്റഡ്, അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന പൊളിറ്റിക്കൽ സ്പീക്കർ വരെ സമ്മതിച്ചു എന്ത്, ദാറ്റ് ഇറ്റ് വാസ് എ ഫൈൻ സ്പീച്ച് ആൻഡ് ആൻസേർഡ് എവറി പോയിന്റ് ഇൻ ഹിസ് ഓൺ ഒറേഷൻ. അതായത് ആ പൊളിറ്റിക്കൽ സ്പീക്കർ സംസാരിച്ചതിലെ ഓരോ പോയിന്റിനും മറുപടി പറഞ്ഞു ആര്, ആബ്. ഡെന്നിസ് ഹാങ്സ്, who thought Abs the greatest man who ever lived, was delighted, and he often spoke of how young Ab got the better of the trained campaign speaker. Dennis Hanks നേരത്തെ പറഞ്ഞല്ലോ, the companion of Ab, who thought Ab was the greatest man who ever lived. Ab ആണ് ലോകത്തിലെ അവിടെ ഭൂമിയിൽ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും മഹാനായ വ്യക്തി. was delighted, ഭയങ്കര സന്തോഷമായി. And he often spoke how young Ab got better of the trained campaign. അവൻ പറഞ്ഞു, അവൻ മനസ്സിൽ ചിന്തിച്ചു, ഇത്രയും ട്രെയിനിങ് കിട്ടിയ ആ പൊളിറ്റിക്കൽ സ്പീക്കറെക്കാളും എത്ര നന്നായിട്ടാണ് ആബ് സംസാരിച്ചത്. അവന് സ്വയം സന്തോഷവും, ഡെന്നിസിന് സ്വയം സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി. ഓക്കെ, ദിസ് ഈസ് ദ വൺ ടെൽസ് ഇൻ ദ ആബ്സ് ഫസ്റ്റ് സ്പീച്ച്. This is just a introduction. Okay, and think and respond. Tell me what made the little Ab stand on the dry goods box and deliver a speech. എന്തുകൊണ്ടാണ് ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ നിന്ന് അവനെ കൊണ്ട് പ്രസംഗിക്കാൻ പ്രേരിപ്പിച്ച കാര്യം എന്തായിരിക്കാം? Do you think the good dress, appearance, position in society, etc. are needed to present yourself before the public for a speech? സ്പീച്ചിന് നിങ്ങൾ നന്നായി ഡ്രസ്സ് ചെയ്യണം, പിന്നെ നിങ്ങൾ ഇങ്ങനെ അപ്പിയർ ചെയ്യണം, ഇങ്ങനെ നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങളുടെ കാഴ്ചപ്പാട്, ഇതൊക്കെയാണോ അത് ശരിക്കും വേണ്ടത്? എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡെന്നിസ് ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ് യങ് ആബ്? ഡെന്നിസിൻ്റെ റോൾ എന്താണ് ഇതിൽ? നിങ്ങൾക്കൊരു ഉത്തരം ഉണ്ടാവും അല്ലേ? ഓക്കെ, and some more questions are there we can discuss in Zoom meeting that comes after this. Join me on the link I'll give to you, so through that we can communicate, we can meet ourselves, and I'll introduce myself and let me know how we all are doing. So we have a conversation on Zoom. Okay, hello everyone, today we will study +1 chapter unit number 1, glimpse of greatness. മഹത്വത്തിൻ്റെ ദർശനങ്ങൾ, ഇതാണ് മീനിങ് ചെയ്യുന്നത്. ഓക്കെ, അതിലാദ്യം വരുന്നത് ആബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്നുള്ള ഭാഗമാണ്. റീഡ് ആൻഡ് ഡിസ്കസ്. എബ്രഹാം ലിങ്കൺ
is one of the greatest American statesmen. He is known as his celebrated speeches. Here is the story of his speech as a little boy. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ. 16th പ്രസിഡന്റ് ആയിരുന്നു. ആൻഡ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എബ്രഹാം ലിങ്കണിന്റെ